20, 23, 24. And I call upon chief guests and other officials on the stage to receive our logo and release it to all our students. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തബ്ദീൽ എന്നാണ് അതിൻ്റെ അർത്ഥം, ഒരു മാറ്റം. ഓക്കെ, നമ്മൾ ആരംഭിക്കുന്നു വിത്ത് തബ്ദീൽ ഓഫ് ദിസ് ഇയർ, തബ്ദീൽ കോളേജ് യൂണിയൻ 2023-24. Now it's time to honor our chief guest. I call upon Mehrufa, College Union Vice Chairman, and Lubaba, College Union Joint Secretary, for honoring our guests, Ms. Kanjanamala, and I request our guests to receive our token of love. മൊമൻറ്റോ നൽകുന്നതിന് വേണ്ടി മഹറൂഫയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ചീഫ് ഗസ്റ്റിനെയും ക്ഷണിക്കുന്നു. Thank you so much. It's been a wonderful moment. We are continuing with the union inauguration. ആളുകളുമായി സംവദിക്കുന്ന മഹത്തായ കലാരൂപം നാടൻ പാട്ട്. ഈ നാടൻ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടനെയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് മണിച്ചേട്ടനെ ഒന്ന് ഓർമ്മിക്കാം. അതുപോലെ ഈ നാടൻ പാട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രഗത്ഭ വ്യക്തിത്വം സുരേഷ് തിരുവാലി. അദ്ദേഹം ഒരു നടനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, കലാകാരനാണ്, എല്ലാം കൊണ്ടും സകലകലാ വല്ലഭനാണ്. അദ്ദേഹത്തെ നമ്മുടെ ആർട്സ് ക്ലബിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യാം. വെൽക്കം സുരേഷ് തിരുവാലി. ഹലോ, എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ വേദിക്ക് സ്വാഗതം പറഞ്ഞ യൂണിയൻ ചെയർമാൻ മുഹമ്മദ് അഷ്റഫ്, വേദിക്ക് അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ കൂടിയായിരുന്ന സ്റ്റാഫ് അഡ്വൈസർ കൃഷ്ണൻ സാറ്, അതുപോലെ നിങ്ങളുടെ യൂണിയൻ അതിമനോഹരമായ വാക്കുകൾ കൊണ്ടും ഈയൊരു ദിവസത്തെ ധന്യമാക്കി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട കാഞ്ചന, അതുപോലെ വേദിയിലിരിക്കുന്ന ഈ യൂണിയനിലെ മറ്റ് അംഗങ്ങൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, വേദിക്ക് മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ഈ കോളേജിലെ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള പ്രിയ കുട്ടികളെ, അധ്യാപകരെ, എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. വളരെ മനോഹരമായൊരു പേര്, മാറ്റം. ഞാനത് ഈ വാക്ക് കണ്ടപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താണ് എന്ന് ചോദിക്കാൻ നിൽക്കുകയായിരുന്നു കൃഷ്ണമാഷോട്. തീർച്ചയായിട്ടും മാറ്റങ്ങളൊന്നും വെറുതെ ഉണ്ടായതല്ല കേട്ടോ, ഒന്നും മാറി വന്നതല്ല, മാറ്റി മറിച്ചാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എല്ലാ മാറ്റങ്ങളും അങ്ങനെ തന്നെയാണ്, ഈ മാറ്റവും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മാറ്റത്തിന് കൂടെ നിന്ന ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഈ യൂണിയൻ്റെ കൂടെ ഈ ഒരു വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വലിയൊരു പ്രസംഗത്തിൻ്റെ ചന്ദനമഴയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല എന്നെനിക്ക് നന്നറിയാം.
അതുമല്ലെങ്കിലും നല്ല പരിപാടിക്കിടയ്ക്ക് ഒരു പരസ്യം കാണുന്നത് പോലെയാണ് നിങ്ങൾ ഈ ഒരു ഇനാഗുറൽ ഫംഗ്ഷനെ കാണുന്നത് എന്നും എനിക്കറിയാം. കാരണം നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരുടെ കലാപ്രകടനങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ വാക്കാണ് ഏറ്റവും വലിയ ആയുധമെന്നും മറ്റുള്ളവനെ വേദനിപ്പിക്കുന്നത് വാക്കാണ്. അപ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. വാക്കാണ് ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത്. വാക്ക് തന്നെയാണ് മറ്റുള്ളവനെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. അവനത് പറഞ്ഞില്ലേ, അവളത് പറഞ്ഞില്ലേ എന്നാണ് നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുക. അതുകൊണ്ട് വാക്കുകളെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. സൗഹൃദങ്ങളൊക്കെ തകർക്കുന്നത് പലപ്പോഴും വാക്കുകളാണ്. അപ്പോൾ മൂർച്ചയുള്ള വാക്കുകളെ നമ്മൾ വളരെയധികം കൺട്രോൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക, പ്രത്യേകിച്ചും നിങ്ങളുടെ ഈ ഒരു കാലയളവിൽ. കാരണം ഈ ഒരു പ്രായം അതാണ്. പലപ്പോഴും നമ്മൾ പൊട്ടിത്തെറിക്കുന്ന പ്രായം എന്നൊക്കെ പറയുന്ന ഒരു കാലത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോളേജിൽ വരുമ്പോൾ ഞാൻ ആദ്യം ഭയങ്കര മൗനം, ഒരു വല്ലാത്തൊരു കെട്ടിക്കൂട്ടിയൊരു സ്റ്റേജ്, അതിനുള്ളിൽ ആരും മിണ്ടുന്നില്ല. ഈ മൗനം വല്ലാതെ പേടിപ്പെടുത്തുന്നതാണ്. സത്യത്തിൽ നിങ്ങളുടെ മൗനം വല്ലാത്ത പേടിപ്പെടുത്തും.